ഹലോ ഗായ്സ്, എല്ലാവരുടെയും സ്കൂൾ തുറന്നില്ലേ? എൻ്റെ സ്കൂൾ 4-ാം തീയതിയാണ് തുറക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ വൈറ്റ് യൂണിഫോമാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബ്ലാക്ക് കളർ ഷൂ മേടിക്കാൻ പോയില്ലായിരുന്നോ? അപ്പോൾ ഞാൻ വൈറ്റ് ഷൂ മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വൈറ്റ് ഷൂവും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ മേടിക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് അത് ഞാൻ തുണി തേക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, യൂണിഫോം. അത് മേടിക്കാൻ വേണ്ടി പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്റ്റൈലോയിലോട്ടായിരുന്നു. എനിക്ക് വൈറ്റ് ഷൂവും പിന്നെ ഒരു ബ്ലാക്ക് കളർ ചെരുപ്പും കൂടെ മേടിക്കുന്നുണ്ടായിരുന്നു. മഴക്കാലത്ത് ഞങ്ങളുടെ സ്കൂളിൽ എപ്പോഴും ഫുൾ യൂണിഫോം ഇട്ടുകൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് ഷൂ നനഞ്ഞു പോവുമല്ലോ. അപ്പോൾ ഞങ്ങൾ മഴക്കാലത്ത് ബ്ലാക്ക് കളറുള്ള ചെരുപ്പാണ് കേട്ടോ ഇടുന്നത്. പിന്നെ അവിടെ നിന്ന് ബില്ലടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഷീബായിലോട്ടാണ് കേട്ടോ. അവിടെ നിന്ന് എനിക്കും ചേട്ടനാക്കും ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, പിന്നെ ലളിത ചേച്ചിക്കും, പിന്നെ എൻ്റെ ഉമ്മിക്കും അമ്മച്ചിക്കും അമ്മമാർക്കും എല്ലാവർക്കും കൂടെ നേരത്തെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നൈറ്റിങ് കൊണ്ട് വരുന്ന ഒരു മാമിയുണ്ട് കേട്ടോ. ആ മാമിയാണെങ്കിൽ വന്നപ്പോൾ എൻ്റെ ഉമ്മിക്കും അമ്മമാർക്കും അമ്മച്ചിക്കും കൂടെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ബാഗി ജീൻസ് വരെ ഉണ്ട് കേട്ടോ. വലിയവർക്കും ചെറിയവർക്കും പറ്റിയ ബാഗി ജീൻസ് ഉണ്ട്, ജീൻസ് ടൈപ്പുള്ള പാവാട, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്നലത്തെ മിക്ക ആൾക്കാരും ഇവിടെയാണ് കേട്ടോ വരാറ്. പിന്നെ ഞങ്ങൾ ഡ്രസ്സിങ് റൂമിൽ കേട്ടോ ഡ്രസ്സ് ഇട്ട് നോക്കുമായിരുന്നു. ഞാൻ എടുത്തതുണ്ട് ഈ ബ്ലാക്ക് കളർ ബാഗി ജീൻസും ഈ ഒരു വൈറ്റ് കളർ ഡ്രസ്സും ആണ് കേട്ടോ. ആദ്യം എനിക്കായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയത്. എന്താണെന്നറിയാമോ? എനിക്ക് ഡ്രസ്സ് എടുക്കാൻ നേരത്ത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന സൈസ് കാണത്തുമില്ല. അതുകൊണ്ട് എനിക്കായിരുന്നു കേട്ടോ ആദ്യം എടുത്ത്. പിന്നെ ഞങ്ങൾക്ക് ജന്നാക്ക് വേണ്ടി എടുക്കാൻ പോയി. അവിടുത്തെ ഡ്രസ്സിങ് റൂമാണ് കേട്ടോ. അതിനകത്ത് മിറർ ഏതാ ഞാൻ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവത്തില്ല കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് ചേച്ചിമാരാണ് കേട്ടോ. അവർ പാവം ചേച്ചിമാരാണ്. നമ്മൾ പറയുന്നതെല്ലാം പെട്ടെന്ന് അവർ എടുത്തു തരുന്നുണ്ട്. ഈ ആൻറ്റിയുടെ പേര് രാജി ആൻറ്റി എന്നാണ് കേട്ടോ. നമ്മൾ വന്നപ്പോൾ നമുക്ക് ബാഗി ജീൻസ് എടുത്തു തന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് എടുത്തു തന്നതൊക്കെ ആ ആൻറ്റി ആയിരുന്നു. ഭയങ്കര പാവം ചേച്ചിമാരാണ് കേട്ടോ എടുത്തത്. പിന്നെ അവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനും എൻ്റെ ഉമ്മയും കൂടെ ആണ് കേട്ടോ പോയത്. എല്ലാ ദിവസവും കുഞ്ഞും മാമിയും മാമയൊക്കെ വരുന്നതായിരുന്നല്ലോ. ഇന്ന് കുഞ്ഞിനെ ഉറക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കേട്ടോ. നൈറ്റി സെക്ഷനിലെ ചേച്ചിമാരാണ് കേട്ടോ. നമുക്ക് എല്ലാം പെട്ടെന്ന് എളുപ്പം എടുത്ത് തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അസിയമ്മയുടെ കുഞ്ഞിനും കൂടി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തങ്കു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒറിജിനൽ പേര് ഹെൻസ മറിയം എന്നാണ് കേട്ടോ. ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ടാണല്ലോ വന്നത്. എനിക്ക് ജ്യൂസ് കുടിക്കാൻ കാരണമൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ തുമ്മി പറഞ്ഞു കുഞ്ഞിനെ ഉറക്കിയിട്ട് വന്നേ, അതുകൊണ്ട് ജ്യൂസ് കുടിക്കുമൊന്നും കയറണ്ട. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വീട് ഇത്രയുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ വീണ്ടും വരാം.